അപ്പം നമുക്ക് അവലുപ്പുമാവ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അവൽ എടുത്തിട്ടുണ്ട്. ഇത് ബ്രൗൺ അവലാണ്, വൈറ്റിനെക്കാട്ടിലും നല്ലത് ബ്രൗൺ ആണ്. അപ്പോൾ ഇത് ഞാനൊന്ന് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വെള്ളമൊക്കെ പോകാൻ വേണ്ടി. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ വേണം. ഒരു പൊട്ടറ്റോ എടുത്ത് ഞാൻ പുഴുങ്ങി അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓണിയന്, ജിഞ്ചർ, ക്യാരറ്റ്, പിന്നെ ലെമണ്, ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി, കൊറിയാണ്ടർ ലീഫ്, പീനട്ട്, കപ്പലണ്ടി, പിന്നെ ഉഴുന്ന്. പിന്നെ ബാക്കിയുള്ള ഓയിലും സാൾട്ടും ഒക്കെ ഞാൻ പിന്നെ കാണിക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിഷ്ടമുള്ള ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. ക്യുമിൻ സീഡ് ജീരകം ഇഷ്ടമുള്ളവർക്ക് അതിട്ട് കൊടുക്കാം. ഇത് ഗുജറാത്തി ഡിഷ് ആയതുകൊണ്ട് അവരും ക്യുമിൻ സീഡ് തന്നെയാണ് ഇടുന്നത്. കടുക് ഇപ്പം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയും ഉഴുന്നും പീനട്ടും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത് ബോംബെ എയർപോർട്ടിലാണ്. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല ശരിക്കും ഇത് അവലാണെന്നുള്ളത്. നമുക്ക് കേരളത്തിലിങ്ങനെ അധികമൊന്നും ഇത് കിട്ടാനില്ലാത്തത് കൊണ്ട്. അപ്പോൾ നോർത്തിലൊക്കെ ആണെങ്കിൽ സ്ട്രീറ്റ് ഫുഡാണിത് ശരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ജിഞ്ചർ ഇട്ട് കൊടുക്കാം. പിന്നെ ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി, പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം, പൊട്ടറ്റോ ഒഴികെ. അപ്പം നമ്മൾ ആദ്യം ഇട്ടതൊക്കെ നന്നായിട്ട് വഴന്നു. അപ്പം നമുക്കിനി ഇതിലേക്ക് പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്യാം. അപ്പം പൊട്ടറ്റോ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചതായതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്താൽ മതി എന്ന് പറഞ്ഞത്. പൊട്ടറ്റോ ഇല്ലാതെ തന്നെ വേണമെങ്കിലും നമുക്ക് ഈ ഉപ്പുമാവ് തയ്യാറാക്കാം. പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടണമെങ്കിൽ പൊട്ടറ്റോ കൂടെ ചേർക്കണം. ഇതധികം കുക്കാവുമൊന്നും വേണ്ട. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന അവലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് കട്ട പിടിച്ച പോലൊക്കെ തോന്നും. അപ്പോൾ ചൂടായി വരുമ്പോഴത്തേക്കിന് റെഡി ആയിക്കോളും. അത് ആ പൊട്ടറ്റോയുടെ ഒരു നനവുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്. എന്നിട്ട് കുറച്ച് കൊറിയാണ്ടർ ലീഫ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനിയും കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്, ഒരുപാടങ്ങ് കുഴഞ്ഞു പോകാതിരിക്കാൻ. പിന്നെ ഞാൻ ഒരു പിഞ്ച് ഷുഗറും കൂടി ചേർത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് വേറൊരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റാം. അപ്പം പോഹ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അവൽ ഉപ്പുമാവെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം എമ്മി അവൽ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.